ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഗൂഗിളിനെ ഇങ്ങനെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. മോള് വേറൊന്നും ചെയ്യണ്ട. അവനോട് കുറച്ചുകൂടി സ്നേഹത്തിലും വാത്സല്യത്തിലും ഇടപഴകിയാൽ മാത്രം മതി. മോളെ, പെണ്ണിന്റെ സ്നേഹത്തിന് മുൻപിൽ ആണിന്റെ മനസ്സിലെ എല്ലാ ആധിയും അകലും. നിനക്കറിയില്ല, എനിക്കറിയില്ല, ഇവർക്കറിയില്ല, ആർക്കും അറിയില്ല. സത്യം പറയാൻ പോകുമ്പോ കുറയുന്നു വലിക്കുന്ന അവളോടെ കിടന്നോട്ടെ, ഉറങ്ങിക്കോളൂ. എനിക്ക് തന്നോട് സത്യം പറയാനുണ്ട്. നീയല്ല. വന്നേ, വാ, എല്ലാം ഞാൻ മിസ്റ്റോട് പറയാം. വാ, എന്താ? ഒന്ന് വന്നേ, വാ വാ വാ. ഞാൻ പറയുന്നത് സമൃദ്ധ കേക്കണം. എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഗൂഗിളി പറയുന്നേ? ഗൂഗിൾ എന്തിനിങ്ങനെ കള്ളുപിടിച്ചേ? അത് ഒരു ധൈര്യത്തിന്, നിന്നോടെല്ലാം പറയാനുള്ളൊരു ധൈര്യത്തിന്. എന്താ ഗൂഗിളിന് പറയാനുള്ളേ? നീ ആരാ? ഞാനാരാ? ഇവരാരാ? ഇതൊരു ഭയങ്കര സത്യമാണ്. സത്യ അറിഞ്ഞ നീ ഞെട്ടും. പക്ഷെ എന്നാലും ഞാൻ പറയാം. എന്നാലും എനിക്ക് നിന്നോട് സത്യം പറയണം. അത് ഞാൻ പറയാം. നീ അല്ല. നീ അല്ല. ഗൂഗിൾ മുറി ചെന്ന് കിടക്ക. ഞാൻ പറയട്ടെ. നീ സമൃദ്ധയല്ല. അല്ല. ഗൂഗിൾ എന്തൊക്കെയാ പറയുന്നേ? അയ്യോ ഗൂഗിൾ, ഗൂഗിൾ. എന്താ ചെയ്യാ? അവനവിടെ കിടക്കട്ടെ. സമൃദ്ധ പോയി കിടക്കാൻ നോക്ക്. ഇന്നിനി അവനെ വിളിക്കണ്ട. മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിശിരിശി ഒന്ന് പിടിക്ക. നമുക്ക് കൊണ്ട് മുറി കിടത്താം. വാ. അവനെ ഇനി നോക്കണ്ട. നേരം വെളുത്താലേ എഴുന്നേക്കൂ. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്താ ഗൂഗിൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ സമൃദ്ധ അല്ലെന്നൊക്കെ. അതവൻ മദ്യം കഴിച്ച് ഫിറ്റായതിന്റെ പുറത്ത് പറഞ്ഞതല്ലേ. കള്ളു കുടിച്ച ബോധമില്ലാതെ ആളുകൾ എന്തൊക്കെ പറയും. രാത്രിയിൽ പറയുന്നത് ചിലപ്പോ രാവിലെ ഓർമ്മ പോലും കാണില്ല. ഗൂഗിള് അങ്ങനെ ഒരാളല്ലല്ലോ. എത്ര ബോധമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ. എന്റെ മോളെ, ഇവന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു.
ചില ദിവസങ്ങളിൽ നന്നായിട്ട് മദ്യപിക്കും. എപ്പോഴൊന്നുമില്ല. പക്ഷെ കഴിക്കുമ്പോ അതിനൊരു അന്തം ഉണ്ടാവില്ല. പിന്നെ പറയുന്നതൊന്നും പിറ്റേ ദിവസം ഓർമ്മ പോലും കാണില്ല. ആ സ്വഭാവം തന്നെയാ. പക്ഷേ ഗോകുല് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. ഗോകുലിന്റെ മനസ്സിൽ എന്നോട് എന്തോ പറയാനുള്ളതുപോലെ തോന്നി. കാണും. അവന്റെ മനസ്സിൽ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം പണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ജീവിച്ചത്. പിന്നെങ്ങനെയാ? നിങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹമായിരുന്നു. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കില്ലായിരുന്നു. പ്രേമെന്നൊക്കെ പറഞ്ഞ ഇതുപോലൊരു പ്രേമം ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ സ്നേഹമൊന്നും ഇപ്പൊ നിനക്ക് അവനോടില്ലെന്ന് അവന് തോന്നിക്കാണും. വെള്ളമൊടിച്ച് ഫിറ്റായപ്പോ മനസ്സിലുള്ളത് പുറത്തു വന്നു. അതായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. മോളെ, ഒന്നും നിന്റെ കുറ്റമല്ല. പക്ഷേ നീ വിചാരിച്ച എല്ലാം പഴയതുപോലെ ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? ഞാൻ അങ്ങനെ മാറിയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? മോളെ, ആക്സിഡന്റിന് മുൻപുണ്ടായിരുന്ന നീയല്ല ഇപ്പോഴുള്ളത്. ഗൗരിമോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ അസുഖം കൂടി ആയപ്പോ നിങ്ങൾ തമ്മിൽ ഒരുപാട് അകന്നു. ഒരു മുറിയിൽ കിടപ്പ് പോലും ഇല്ലാതായി. ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ ഒരുമിച്ചുറങ്ങുന്നതിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട്. ഏത് വിഷമവും ഏത് ദേഷ്യവും അലിഞ്ഞില്ലാതാക്കാനും ഒന്ന് ചേർത്ത് പിടിച്ചാ മതി. നിനക്ക് അസുഖമായിരുന്ന വർഷങ്ങൾ അത്രയും അവൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തന്നു. ഇപ്പൊ അവന് നിന്റെ പഴയ സ്നേഹം കിട്ടുന്നില്ല. അവന്റെ ഉള്ളിൽ അതൊരു വലിയ വേദനയാ. പഴയതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. അതറിഞ്ഞാലല്ലേ എനിക്ക് ഗോകുലിനോട് അങ്ങനെ പെരുമാറാൻ പറ്റൂ. എനിക്ക് ഗോകുലിനെ ഇങ്ങനെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. മോള് വേറൊന്നും ചെയ്യണ്ട. അവനോട് കുറച്ചുകൂടി സ്നേഹത്തിലും വാത്സല്യത്തിലും ഇടപഴകിയാൽ മാത്രം മതി. മോളെ, പെണ്ണിന്റെ സ്നേഹത്തിന് മുൻപിൽ ആണിന്റെ മനസ്സിലെ എല്ലാ ആധിയും അകലും. അവന്റെ മനസ്സിലെ തീ അണയ്ക്കാനും തിരമാലയെ ശാന്തമാക്കാനും നിന്റെ സ്നേഹത്തിന് മാത്രമേ പറ്റൂ. ചോക്ലേറ്റ് അങ്കിള് പോയി വാങ്ങിക്കൊണ്ടു തരാം. മോൾ സ്കൂളിൽ പോ. അത് വേണ്ട, അങ്കിൾ എന്നെ കൊണ്ടുപോയാൽ മതി. സച്ചിനെ വിളിച്ച് അമ്മയ്ക്ക് വയ്യെന്നുള്ള കാര്യം പറഞ്ഞാലോ? ആര് വന്നില്ലെങ്കിൽ സച്ചിയെങ്കിലും വരും.